ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് കടക്കാം. നമ്മൾ ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ലൈറ്റിനെ കുറിച്ച് പറയുകയാണ്. ലൈറ്റ് ഇവിടെ ഇപ്പം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇടിയൊക്കെ വെട്ടി മഴയൊക്കെ പെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട്. കാരണം അപ്പോൾ ലൈറ്റ് ഇങ്ങനെ മങ്ങിയും പ്രകാശിച്ചും മങ്ങിയൊക്കെ ഇരിക്കുകയാണ്. എങ്കിലും നമ്മൾ ദിവസം ഒരു വീഡിയോ ചെയ്യുമെന്ന് നമ്മുടെ പ്രിയ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദിവസം ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. വീഡിയോ കാണുന്നവരൊക്കെ കാണുന്നത് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മൾ പ്രകാശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രകാശത്തിൻ്റെ മുഖ്യ ഉറവിടം ആരാണ്? പ്രകാശത്തിൻ്റെ മുഖ്യ ഉറവിടം ആരാണ്? സൂര്യനാണ്. ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി. ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്താണ്? ആ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സൺ. മെയിൻ സോഴ്സ് ഓഫ് എനർജി ദ സൺ. അതുപോലെ പ്രകാശത്തിന്റെ പ്രവേഗം ശൂന്യതയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? പ്രകാശ പ്രവേഗം ശൂന്യതയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻസർ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഓർ 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പ്രകാശത്തിന് കുറച്ച് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. പ്രകാശത്തിന്റെ സിദ്ധാന്തങ്ങളാണ് കണികാ സിദ്ധാന്തം. കണികാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾ തിയറി. കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കണികാ സിദ്ധാന്തം ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. പാർട്ടിക്കിൾ തിയറി ബൈ സർ ഐസക് ന്യൂട്ടൺ. അപ്പൊ കണികാ സിദ്ധാന്തം എന്താണ് പറയുന്നത്? കണികാ സിദ്ധാന്തം പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം കണികാരൂപത്തിൽ സഞ്ചരിക്കുന്നു. ലൈറ്റ് മൂവ്സ് ലൈക്ക് പാർട്ടിക്കിൾസ്. പ്രകാശം കണികാരൂപത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ഹൈഗൻസ് ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈഗൻസ് ആണ്. വേവ് തിയറി ബൈ ക്രിസ്ത്യൻ ഹൈഗൻസ്. വേവ് തിയറി ആരുടെയാണ്? ക്രിസ്ത്യൻ ഹൈഗൻസിന്റെയാണ്. അതുപോലെ തന്നെ ലൈറ്റ് മൂവ്സ് ലൈക്ക് വേവ്സ്. പ്രകാശം തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നു. പ്രകാശം തരംഗത്തെ പോലെ സഞ്ചരിക്കുന്നു കേട്ടോ. അതാണ് തരംഗ സിദ്ധാന്തം പറയുന്നത്. അതുപോലെ തന്നെ പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചു ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. ക്വാണ്ടം തിയറി ബൈ മാക്സ് പ്ലാങ്ക്. Light moves like the packets of energy. ഊർജ്ജത്തിന്റെ പാക്കറ്റുകളായി സഞ്ചരിക്കുന്നു. പ്രകാശം ഊർജ്ജത്തിന്റെ പാക്കറ്റുകളായി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം പറയുന്നതാണ് പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗമായി സഞ്ചരിക്കുന്നു. ലൈറ്റ് മൂവ്സ് ലൈക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. പ്രകാശം വൈദ്യുതകാന്തി തരംഗമായി സഞ്ചരിക്കുന്നു. അതാണ് എന്തോ പറയുന്നത്? വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം പറയുന്നത്. വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ബൈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. തൽക്കാലം ക്വസ്റ്റ്യൻസ് നിർത്തുകയാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, വോൾട്ടേജിൻ്റെ പ്രശ്നം കേട്ടോ. ലൈറ്റ് ഇങ്ങനെ മങ്ങിയും തെളിഞ്ഞുമൊക്കെ കാണുന്നു കേട്ടോ. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ കറണ്ടിൻ്റെ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് തൽക്കാലം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് തൽക്കാലം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ദിവസം ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പഠിക്കുന്നതിനൊക്കെ വേണ്ടിയാണ്.
അതുകൊണ്ട് ദിവസം എന്താണ് വീഡിയോ വെച്ചെന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ കാണാൻ. കേട്ടോ, ഞാൻ നിങ്ങളുടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. LLB എൻട്രൻസ് ക്ലാസ്സിന് മാത്രമല്ല ഏത് മത്സര പരീക്ഷകൾക്കും യൂസ്ഫുള്ളാണ്. കേട്ടോ, വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ കാണുക.